ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് 2019 സ്വർണം പൂശാൻ ചെന്നൈയിൽ എത്തിച്ചത് ചെമ്പുപാളി എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തിരുവാഭരണം കമ്മീഷണർ തയ്യാറാക്കിയ മഹസറിന്റെ പകർപ്പാണ് ഇപ്പോൾ മീഡിയ വണ്ണിന് ലഭിച്ചത്. മഹസറിൽ സ്പോൺസറായി ഒപ്പിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇത് 1999 വിജയ് മല്യ സ്വർണം പൂശിയ പാളിയാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് ചെമ്പായി മാറിയെന്നതിലാണ് ഇപ്പോൾ അടിമുടി ദുരൂഹതയുള്ളത്. റിപ്പോർട്ടിലേക്ക് 2019 ഓഗസ്റ്റ് 29 ദ്വാരപാലക ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിക്കുന്നത്. ഒരു മാസം ഇവ അനധികൃതമായി ഇയാൾ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. സ്വർണം പൂശുന്നതിന് മുമ്പ് 38,258 ഗ്രാം ചെമ്പുപാളികളാണ് നേരിൽ കണ്ടതെന്ന് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ RG രാധാകൃഷ്ണൻ തയ്യാറാക്കിയ മഹസറിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1999 വിജയ് മല്യ സ്വർണം പൂശിയപ്പോൾ ശ്രീകോവിലിനൊപ്പം ദ്വാരപാലകരെയും സ്വർണം പൂശിയെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് K അനന്തഗോപനടക്കം വ്യക്തമാക്കിയിരുന്നു. സ്വർണപ്പാളി ചെമ്പായി മാറിയതിലെ ദുരൂഹത ഇതുവരെ മറനീക്കി പുറത്തു വന്നിട്ടില്ല. ദ്വാരപാലക ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണമെന്ന് കാണിച്ചിറക്കിയ ദേവസ്വം ബോർഡ് ഉത്തരവിലും ചെമ്പുപാളി എന്നാണ് എഴുതിയിരുന്നത്. ഈ വർഷം വീണ്ടും ദ്വാരപാലക ശില്പപാളി സ്വർണം പൂശാൻ കൊണ്ടുപോയതും വിവാദമായതാണ്. തിരികെ എത്തിച്ചപ്പോൾ തൂക്കം കുറഞ്ഞതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ദേവസ്വം വിജിലൻസ് ഉടൻ അന്വേഷണം തുടങ്ങും. ശബരിമല അയ്യപ്പന്റെ വസ്തുക്കൾക്ക് വിലയേക്കാൾ ദൈവിക മൂല്യമാണ് ഭക്തർ ചാർത്തിക്കൊടുത്തിട്ടുള്ളത്. സ്വർണം പൂശാൻ എന്ന പേരിലൊക്കെ കൊണ്ടുപോയി കൈവശം വെച്ചതുവഴി ആത്മീയ കച്ചവടമായിരുന്നോ ലക്ഷ്യമെന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. RB സനു, മീഡിയ വൺ, തിരുവനന്തപുരം. അപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിലൊരു വ്യക്തത അത് നമുക്ക് രണ്ടുപേർക്കില്ല, സനിസയ്ക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് തിരുവനന്തപുരത്ത് സനിസയിലേക്ക് പോകാം. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകുക. സനിസ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജിൽസി. ഗുഡ് മോർണിംഗ് സൈഫു. സനിസ, ഇതിപ്പോ മൊത്തത്തിലൊരു പുകയാണ്. പൊതുജനത്തിന് ഇപ്പോഴും എന്താണ് ഈ ദ്വാരപാലക പാളിയുമായും ബന്ധപ്പെട്ടും പീഠവുമായി ബന്ധപ്പെട്ടും ഒക്കെ നടക്കുന്നത് എന്ന മൊത്തത്തിലൊരു കൺഫ്യൂഷനുണ്ട്. ദേവസ്വം വകുപ്പിനൊക്കെ കൺഫ്യൂഷനുണ്ട്. പോറ്റിയുടെ കയ്യിൽ എങ്ങനെ സാധനം എത്തി, പോറ്റി ഇത് കൊണ്ടുപോയി തിരിച്ചെത്തിക്കാൻ എന്തുകൊണ്ട് വൈകി എന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് ഇപ്പോൾ ഈ മഹസറിന്റെ റിപ്പോർട്ട്. അത് എത്ര കണ്ട് നിർണായകമാണ്, അതിന്റെ ഉള്ളടക്കം എന്താണ്, ഇത് വിജയ് മല്യ കൊടുത്ത ദ്വാരപാലക ശില്പങ്ങൾ എങ്ങനെ ചെമ്പായി മാറി എന്നൊരു സംശയം അന്വേഷിക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ എന്തെല്ലാം സൂചനകൾ ഈ മാസ്റ്ററിനകത്തുണ്ട് സനിസ? സേഫു ജിൽസി, 2019 ചെന്നൈയിലേക്ക് ഈ ദ്വാരപാലക ശില്പപാളികൾ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി അത് സ്വർണം പൂശാനായി കൊണ്ടുപോയതായിട്ട് പറയുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിൽ ഒരു മാസക്കാലം ഇത് അദ്ദേഹം കയ്യിൽ തന്നെ അനധികൃതമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. 38,258 ഗ്രാം ചെമ്പുപാളികൾ നേരിൽ കണ്ടെന്ന് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അവിടെ ചെമ്പുപാളികളാണ് 2019 ചെമ്പുപാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെമ്പുപാളികളാണ് കൊണ്ടുപോയതെന്ന് വ്യക്തമാണ്. അതോടുകൂടി ആ മഹസർ പുറത്തു വരുന്നതുകൂടെ അത് വ്യക്തമാണ്. പക്ഷേ ഇതേ ദ്വാരപാലക ശില്പപാളികളും ദ്വാരപാലകരെയും 1999 ഞാനൊക്കെ ജനിക്കുന്ന സമയത്ത് വിജയ് മല്യ സ്വർണം പൂശിയതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്വർണം പൂശിയ ദ്വാരപാലകർ വീണ്ടും ഈ ചെമ്പുപാളി ആയത് എന്നതാണ് ആദ്യത്തെ തന്നെ ചോദ്യം. ഈ മഹസർ പുറത്തു വരുന്നതോടുകൂടെ ഇതിനൊരു കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ്. ഈ മഹസറിൽ ഉള്ളത് ഇത് ചെമ്പുപാളിയ 2019 ഈ ചെമ്പുപാളിയെ സ്വർണം പൂശാൻ വേണ്ടിയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ്. എന്നാൽ ഇപ്പോൾ 1999 ഇത് സ്വർണം പൂശിയതാണ്, വിജയ് മല്യ സ്വർണം പൂശിയതാണ് എന്നതും ഒരു വസ്തുതയാണ്. അത് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ സ്വർണ്ണപാളി ചെമ്പായി മാറിയതിലെ ദുരൂഹതയിലാണ് ഇപ്പോൾ ഏറ്റവും എങ്ങനെയാണ് ഇതിങ്ങനെ മാറിയത് എന്നത് എല്ലാവർക്കും ദേവസ്വത്തിനടക്കം ഇതിലൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രസിഡന്റ് പറയുന്നു ഇത്തരത്തിൽ സ്വർണം പൂശാൻ വേണ്ടി 1999 വിജയ് മല്യ സ്വർണം പൂശിയത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. എന്നാൽ ഇതിന്റെ
കമ്മീഷണർ ഇത് പിന്നെ എന്താണ് ആ ഒരു സമയത്ത് വന്ന ഒരു റിപ്പോർട്ട് ഇത് ചെമ്പായിരുന്നു എന്ന് അതും അതിന്റെ ഗ്രാമടക്കം പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ ദ്വാരപാലക പാളികൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു വന്ന ഉത്തരവിലടക്കം ഇത് ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 1999 ഈ ദ്വാരപാലകരെ അടക്കം സ്വർണം പൂശിയത് എന്നതും ഇതിന്റെ രേഖകളിൽ വ്യക്തമായി തന്നെ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ ഈ സ്വർണം പൂശിയ ദ്വാരപാലകർ ഈ ശില്പപാളികൾ എങ്ങനെ ഈ ചെമ്പായി എന്നതിന് ഒരു മറുപടി നൽകേണ്ട ഒരു അവസ്ഥയാണ്. ദേവസ്വത്തിനും ഇതിൽ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ഇത്രയും പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഇതിലൊക്കെ ഈ കഴിഞ്ഞ വർഷം പോലും ഈ ദ്വാരപാലകരെ മുൻപ് 2019 സ്വർണം പൂശാൻ പോയ ഇതേ ദ്വാരപാലകരെ കഴിഞ്ഞ വർഷം പോലും വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയ ഒരു സാഹചര്യവും, എന്നാൽ തിരിച്ച് അത് ശബരിമലയിലേക്ക് എത്തുമ്പോൾ തന്നെ ഇതിന്റെ തൂക്കം കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിലും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ആ സ്പോൺസറുടെ സ്ഥാനത്തുള്ളത്. അദ്ദേഹത്തിനെതിരെ ദേവസ്വത്തിന്റെ വിജിലൻസ് അന്വേഷണം തുടങ്ങാനൊക്കെ ഉത്തരവിട്ട ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ഈ ദ്വാരപാലകരെ സ്വർണം പൂശാൻ എന്ന വ്യാജേന പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നതായിട്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ടുകളും രേഖകളും ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. എന്നാൽ ഇത് സ്വർണം പൂശുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഈ സ്വർണം പൂശിയ ദ്വാരപാലകർ എവിടെ പോയി എന്ന ആ ഒരു ചോദ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ആത്മീയമായിട്ട് ഈ ശബരിമലയിലെ ഓരോ വസ്തുക്കളും അതൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ മൂല്യമുള്ള സംഭവങ്ങളാണ്. അത് ഇത്തരത്തിൽ ഒരു രേഖയില്ലാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആത്മീയ ബിസിനസ്സുകളിലേക്കൊക്കെ പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ജിൽസി, സേഫു.